ഞങ്ങളുടെ അംഗൻവാടിയുടെ പ്രീ സ്കൂൾ സജ്ജീകരണത്തിലേക്ക് നിങ്ങളുടെ ഏതൊരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. കുട്ടികൾ എവിടെ എത്തിയാലും അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് അവിടുത്തെ കളിയിടങ്ങളാണ്. കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിക്കുന്നതിന് കളിവീട് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ആ കളിവീട്ടിലുള്ള സജ്ജീകരണങ്ങളെ നോക്കുക. ചിരട്ടകൾ, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ, കുഞ്ഞുമുഖങ്ങൾ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി കളിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഈ കളിവീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കളിത്തൊട്ടിലാണ്. കുഞ്ഞുങ്ങൾക്ക് പാവക്കുട്ടിയേക്ക് ഇട്ട് തൊട്ടിലായിട്ട് കളിക്കുന്നതിന് വേണ്ടി നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മേൽനോട്ടത്തിൽ മാത്രം നൽകുകയും ആവശ്യം കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കയറും തുണിയും ഒക്കെ ആയതുകൊണ്ട് കുടുങ്ങി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. പക്ഷേ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇത്. കുട്ടികൾക്ക് കളിയിടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാണെങ്കിലും വ്യത്യസ്തമായ ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അവർക്ക് ചില ആളുകൾക്ക് കളിവീട്ടിലേക്ക് കളിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക, മറ്റു ചിലർക്ക് സൈക്കിൾ ഓടിക്കാനായിരിക്കും, മറ്റു ചിലർക്ക് ഇതുപോലെ സ്ലൈഡറിൽ ഓർന്ന് കളിക്കാനായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഇഷ്ടമായിരിക്കും. ചില കുട്ടികൾക്ക് വന്നപാടെ ബുക്കുകൾ വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ പെൻസിലും സ്ലേറ്റും എടുത്ത് എഴുതാനായിരിക്കും. അപ്പോൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ, ഇത് വളരെ കുറച്ച് മാത്രം നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. വളരെയധികം കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസരണം ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും പല വിധത്തിലുള്ള ബുദ്ധിവികാസങ്ങൾക്കും ഉതകുന്ന കളി പ്രവർത്തനങ്ങൾ അംഗൻവാടിയിൽ വേണ്ടുവോളം നടത്താൻ കഴിയുന്നു. ഇത് പല വിധത്തിലുള്ള ബ്ലോക്ക് സെറ്റുകളാണ്. കുഞ്ഞുങ്ങൾക്ക് അവർ വരുമ്പോൾ 3-4 കളിയിടങ്ങളായി നമ്മൾ ഒരുക്കിയിരിക്കും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ വയ്ക്കുന്ന ബ്ലോക്ക് സെറ്റ്സ് ആയിരിക്കും. അപ്പം വ്യത്യസ്തമായ ബ്ലോക്കുകളുണ്ട്. അതുപയോഗിച്ച് അവർക്ക് ഷേപ്പുകൾ, പല വിധത്തിലുള്ള ഷേപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന, അതെല്ലാം പ്രത്യേകം പാത്രങ്ങളിലായിട്ടാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പല കളറുകളിലുള്ള കളിപ്പാട്ടങ്ങൾ, പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ട്. ഇത് മരത്തിൻ്റെ ബ്ലോക്കുകളാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം പാത്രങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ കളികൾ കഴിയുമ്പോഴും ഇതെല്ലാം അതത് പാത്രങ്ങളിൽ എടുത്തു വെച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ വയ്ക്കുവാനുള്ള ഒരു ശീലം കൂടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോരോ ബോക്സുകളിലും പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് കളി ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ കളി പ്രവർത്തനങ്ങളും ആക്ടിവിറ്റികളും നൽകുന്നതിന് വേണ്ടി ബോളുകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കുണ്ട്. ചെറിയ ബോളുകൾ, പല വിധത്തിലുള്ള പല നിറത്തിലുള്ള ബോളുകൾ, പല വലിപ്പത്തിലുള്ള ബോളുകൾ ധാരാളമായി നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഈ ബോൾ ഉപയോഗിച്ച് നമുക്ക് നൽകാൻ കഴിയും. സ്പോഞ്ചുകളുടെ ഒരു ശേഖരമാണ്. ഇതും കളിയിടങ്ങളിൽ ഒരുക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് സ്വതന്ത്ര കളിയിൽ ഏർപ്പെടാൻ വേണ്ടി നമ്മൾ കരുതിയിരിക്കുന്നതാണ്. ഇത് കുട്ടികൾക്ക് പല വിധത്തിൽ നമ്മളത് വെച്ചു കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടമനുസരിച്ച് ചില കുട്ടികൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നതായിരിക്കും. ചിലർ ചിലപ്പം ക്രോസായിട്ടൊക്കെ വെച്ച് ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം എന്താണെങ്കിലും കുഞ്ഞുങ്ങളുടെ സ്വതന്ത്രമായ കളികൾക്ക് വേണ്ടി ഇതിൻ്റെയും ഒരു കുഞ്ഞു കളക്ഷൻ നമുക്ക് ഉണ്ട്. ഇതിന് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ചരടുകളാണ് ഇതിനുള്ളിലുള്ളത്. ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്വതന്ത്രമായിട്ട് നൂലിൽ മുത്തുകൾ കോർക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു കളി പ്രവർത്തനമാണ്. ഇത് പാവകളുടെ ഒരു ശേഖരമാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നതിന് വേണ്ടി അവരുടെ ഇഷ്ടാനുസരണം നൽകാൻ വേണ്ടി നമ്മൾ കരുതിയിരിക്കുന്നതാണ്. ഇതുപോലെ വളരെയധികം
കളി പ്രവർത്തനങ്ങൾക്കുള്ള കളി ഉപകരണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം.